ഇന്ന് പട്ടാമ്പി നഗരസഭയിലേക്ക് BJP നടത്തിയിട്ടുള്ള നഗരസഭാ മാർച്ച് തികച്ചും ആസൂത്രിതവും ഒരു സ്പോൺസേഡ് പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 11-ാം തീയതി പട്ടാമ്പിയിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത് ബഹുമാനായ MLA ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ 10 ദിവസം കൊണ്ട് തീർക്കാനുള്ള പണി എന്നാണ് നമ്മളോട് എല്ലാവരോടും കൂടി പറഞ്ഞത്. ഇന്ന് പത്രക്കാരെ ഈ ശ്മശാനം സന്ദർശിക്കാൻ വിളിച്ച് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള വർക്കിൻ്റെ ഒരു സ്റ്റാറ്റസ് എല്ലാവർക്കും ബോധ്യപ്പെടണമെന്നുള്ളത് കൊണ്ടാണ്. പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടിയന്തരമായി നടപടികളുമായി മുന്നോട്ട് പോകാൻ നഗരസഭ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ 26-ാം തീയതി നഗരസഭാ ഭരണസമിതി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാരണങ്ങളും കാര്യങ്ങളും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നഗരസഭ ചർച്ച ചെയ്യും. BJPക്ക് ഒരു അംഗം പട്ടാമ്പി നഗരസഭയിലുണ്ട്. ഏതെങ്കിലും ഒരു ഭരണസമിതി യോഗത്തിൽ ശ്മശാനം എന്തുകൊണ്ട് വൈകുന്നു എന്നോ അല്ലെങ്കിൽ ശ്മശാനം വൈകിയതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ നഗരസഭാ ഭരണസമിതി യോഗത്തിൽ ചെയ്യാതെ ഇന്ന് MLAയുടെ ഒരു സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നഗരസഭയ്ക്കെതിരായി ഇത്തരമൊരു പരാമർശം അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇത് ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന നഗരസഭയാണ്. ഞങ്ങളുടെ മെമ്പർമാർക്കും ഞങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്കും സ്ഥാപനത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വമൊക്കെ ഞങ്ങൾക്കുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ ഇറങ്ങി ഒളിച്ചോടുന്ന ആളുകളല്ല ഞങ്ങൾ. പക്ഷേ സത്യസന്ധമായ കാര്യം ജനങ്ങൾ അറിയണമെന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്രക്കാരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ MLA അന്നത്തെ പത്രസമ്മേളനം അനുസരിച്ച് ഇനി 3 ദിവസം കൊണ്ട് ഇവിടെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നിലവിൽ ഇലക്ട്രിസിറ്റി കണക്ഷന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇലക്ട്രിസിറ്റി പൈപ്പ് ലൈൻ വർക്ക് ആരംഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇന്നാണ് ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ ഒരു ഉദ്യോഗസ്ഥ ഇലക്ട്രിസിറ്റിയിലേക്ക് പോയത്. അവിടെ എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടി. ഇവിടെ ഒരു സിസ്റ്റം വേണം, ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേണം. ഈ ഗ്യാസിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഏത് രീതിയിൽ പ്രവർത്തിപ്പിക്കണം, എന്തെല്ലാം രീതിയിൽ പ്രവർത്തിക്കണം, അതിൻ്റെ ചിലവ് എന്താണെന്ന് ഒരുപാട് കാരണങ്ങൾ നഗരസഭയ്ക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് നഗരസഭാ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും ഒരുപക്ഷെ അന്ത്യശാസനം നൽകിയിട്ടുണ്ട് BJP. ആ അന്ത്യശാസനം ഡേറ്റിൻ്റെ ഉള്ളിൽ പണി തീർത്ത് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അതല്ലെങ്കിൽ എന്നാണോ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്, ഒരു പക്ഷേ അതിൻ്റെ മുമ്പാവാം, ചിലപ്പോൾ അതിൻ്റെ ശേഷമാവാം. ഈ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സമ്മർദ്ദം BJP കൂടി ചെലുത്തണം. ഇപ്പോൾ സമരം ചെയ്യാൻ ആവശ്യപ്പെട്ട MLAയോട് തന്നെ അടിയന്തരമായി ഇതിൽ ഇടപെട്ടിട്ട് പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുകൂടി BJPയോടാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകഴിവല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പള്ളി, പട്ടാമ്പി, ഷൊർണൂർ.